മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടൽ അതിജീവിതർക്കായി എറൈസ് മേപ്പാടി എന്ന പേരിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. കച്ചവട സ്ഥാപനങ്ങളുടെ പുനഃസ്ഥാപനവും സ്വയം തൊഴിൽ പദ്ധതി പ്രഖ്യാപനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. പുനരധിവാസത്തിന് കൂട്ടായ പരിശ്രമങ്ങൾ തുടരണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. 20 കോടിയുടെ പുനരധിവാസ പദ്ധതിയാണ് പീപ്പിൾ ഫൗണ്ടേഷൻ ദുരന്തബാധിതർക്കായി നടപ്പാക്കുന്നത്. 77 കച്ചവട സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപയുടെ പദ്ധതിയും ഓട്ടോറിക്ഷ, തയ്യൽ മെഷീൻ, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള സഹായമടക്കം 100 പേർക്ക് സ്വയം തൊഴിൽ പദ്ധതിയും നടപ്പാക്കുന്നുണ്ട്. പ്രതിമാസം 3000 രൂപ നൽകുന്ന പെൻഷൻ പദ്ധതി, രോഗികൾക്ക് ചികിത്സാ പദ്ധതി എന്നിവയ്ക്ക് പുറമെ മേപ്പാടി പഞ്ചായത്തിലെ 4 ഏക്കറിൽ 30 വീടുകളും തൊഴിൽശാലയും കമ്മ്യൂണിറ്റി ഹാളും ഉൾപ്പെടുന്ന പദ്ധതിയും നടപ്പാക്കുന്നുണ്ട്. ജീവിതായോധന സാധ്യമല്ലാത്ത നിരവധി കുടുംബങ്ങൾ ഈ മേഖലയിലുണ്ട്. അവർക്ക് പെൻഷൻ പദ്ധതി, പ്രതിമാസം 3000 രൂപ പെൻഷൻ പദ്ധതി പീപ്പിൾസ് ഫൗണ്ടേഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ മേഖലയിൽ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ പദ്ധതി പീപ്പിൾസ് ഫൗണ്ടേഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 4 ഏക്കർ സ്ഥലത്ത് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ പുനരധിവാസ പദ്ധതികളിൽ 30 വീടുകളും തൊഴിൽശാലയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സെന്ററും ഉൾപ്പെടെയുള്ള പുനരധിവാസ പ്രൊജക്ട് അതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിന് പീപ്പിൾ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M. അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനവും, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ബാബു സ്വയം തൊഴിൽ പദ്ധതി പ്രഖ്യാപനവും നിർവഹിച്ചു. ന്യൂസ് മലയാളം, വയനാട്.